അപ്പോൾ എല്ലാവർക്കും സോപ്പ് സ്പീഡ് പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓയിൽ സോപ്പാണ്. അതായത് ഇത് ഗോട്ട് മിൽക്ക് വിത്ത് ഷിയ ബട്ടർ. ഓക്കെ, ഷിയ ബട്ടർ നമ്മൾ ചേർത്തിട്ടുണ്ട് അതിൽ. പിന്നെ നമ്മൾ സ്റ്റിറിക് ആസിഡ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ബി വാക്സ്, അതായത് തേനീച്ചേര വാക്സ് ഇല്ലേ കൂട്ടിന്ന് എടുക്കുന്നത്, തേൻ എടുക്കുമ്പോൾ കിട്ടുന്ന വാക്സ്, അത് ചേർത്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ മൂന്നും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ നമ്മളിന്ന് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബി വാക്സും സ്റ്റിറിക് ആസിഡും ഷിയ ബട്ടറും നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഷിയ ബട്ടർ 50 ഗ്രാം എടുത്തിട്ടുണ്ട്, സ്റ്റിറിക് ആസിഡ് 50 ഗ്രാം എടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ബി വാക്സ് 5 ഗ്രാം എടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, നമ്മളിന്നൊരു എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണ്ട വീഡിയോ, എന്നാലും നമുക്ക് എല്ലാവർക്കും എല്ലാം മനസ്സിലാവുള്ളൂ. ഓടിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഈ ഓയിൽ സോപ്പിൽ ഇതൊക്കെ മിക്സ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് പോയാലോ. ഓക്കെ, അപ്പോളേ നമ്മൾ സോപ്പ് ഉണ്ടാക്കാനുള്ള ബീക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ആവശ്യമുള്ള എണ്ണകൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇതിൽ കൊക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ 400 ഗ്രാം എടുത്തിട്ടുണ്ട്, 200 ഗ്രാം പാം ഓയിൽ എടുത്തിട്ടുണ്ട്, പിന്നെ 50 ഗ്രാം ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ അതിലേക്ക് കാസ്റ്റർ ഓയിൽ 20 ഗ്രാം എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷിയ ബട്ടർ, സ്റ്റിറിക് ആസിഡ്, പിന്നെ നമ്മുടെ ബി വാക്സ്, അത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ചേർത്ത സാധനങ്ങളൊക്കെ ഇത് ചേർത്തുണ്ട്. ഇത് കളർ മാറും, നോക്കണ്ട, നമുക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ റെഡി ആയിക്കോളൂ കേട്ടോ. ഇനി ഞാനേ ഈ ഓയിൽ ഇതിലേക്കാണ്ട് ഒഴിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിതിൽ എന്തിനൊക്കെ ചേർത്തണമെന്ന് മനസ്സിലായില്ലേ. 400 ഗ്രാം വെളിച്ചെണ്ണ ചേർത്തുണ്ട്, 200 ഗ്രാം പാം ഓയിൽ, 50 ഗ്രാം ഒലിവ് ഓയിൽ, 20 ഗ്രാം കാസ്റ്റർ ഓയിൽ, 50 ഗ്രാം ഷിയ ബട്ടർ, പിന്നെ 50 ഗ്രാം നമ്മുടെ സ്റ്റിറിക് ആസിഡ്, അതായത് പാം ഓയിലിൻ്റെ തന്നെ ഒരു ഇതിനെ ക്രിസ്റ്റലാക്കി എടുക്കുന്നതാണ്. പിന്നെ നമ്മളതിൽ ചേർക്കുന്നത് ബി വാക്സ് ഇല്ലേ, തേനീച്ചേര, അതും ബി വാക്സ് നമ്മൾ എടുത്തത് 5 ഗ്രാം കേട്ടോ. അപ്പോൾ അളവുകളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത്, ചെറിയ വ്യത്യാസമുണ്ട്, അതാണ് ഞാൻ എല്ലാത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് പറഞ്ഞത്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് അതിലേക്ക് വേണമെങ്കിൽ കളർ ആഡ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് കളർ ആഡ് ചെയ്തോ. നമ്മൾ വൈറ്റ് കളറാട്ടോ കൊടുക്കുന്നത്, വേറെ കളറൊന്നും കൊടുക്കണില്ല. ഇന്ന് ഒരു 2 ഗ്രാം കളർ കൊടുക്കുക. കളറൊക്കെ മിക്സ് ആയിട്ട് കേട്ടോ. നമ്മൾ അതിലേക്ക് നമ്മുടെ കാസി സോഡ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറേ നേരമായി കലക്കി വെച്ചിട്ട്. അപ്പോൾ പിന്നെ അതിലേക്ക് ഇതാണ് ഗോട്ട് മിൽക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് എത്ര 249.75 മില്ലി ഗോട്ട് മിൽക്ക്, അത് വാട്ടറിന് പകരം. ബാക്കി 110.640 കാസി സോഡ കേട്ടോ, അത് അലിയിപ്പിച്ച് വെച്ചിട്ടുള്ളത്, അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇത് ഞാൻ അരിച്ചൊഴിക്കുക, അത് ഞാൻ കുറേ നേരമായിട്ട് അത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഉണ്ടാവും കട്ടയെ ഒടുങ്ങി വേഗം ഉണ്ടാവും, നല്ല കുറുകുറു തന്നെ ചെയ്യണ്ട, പെട്ടെന്ന് ആവണം കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കുക വേഗം. നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് അതിലേക്ക് സോപ്പിൻ്റെ കട്ടകൾ വേണം, സ്മെല്ല് വേണം. ഓക്കെ, നമുക്ക് സ്മെല്ല് ആഡ് ചെയ്യാം കേട്ടോ. 35 മില്ലി ഞാൻ വേഗം എടുക്കുന്നതേ കട്ടേ പോലെ, അതുകൊണ്ട് കേട്ടോ. മെഡി മിക്സ് നമ്മൾ ചേർത്തേണ്ട ഒരു 35 മില്ലി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. നമ്മൾ നമ്മുടെ ബീറ്റർ ഒന്നുകൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക. മതിട്ടാ, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി. നമ്മുടെ മോൾഡൊക്കെ അടുത്ത് കൊണ്ട് വെച്ചോളൂ. ഇങ്ങനത്തെ മെത്തേഡിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് കട്ടയാവും, പക്ഷെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ സോപ്പ്. നമ്മളാദ്യം നമ്മുടെ കുറച്ച് 1/2 കിലോത്തോളം ഇതിൽ തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സോപ്പിൻ്റെ സൈഡ് കട്ട് ചെയ്യില്ല, അതിൻ്റെ കഷ്ണങ്ങളാട്ടോ, നമ്മൾ ഇരിക്കേണ്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഐഡിയക്ക് നിങ്ങളുടെ സോപ്പ് എങ്ങനെയാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്, നിങ്ങളുടെ ഐഡിയക്ക് നിങ്ങൾ ചെയ്യും. ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് ഞാൻ ചെയ്യണമെന്നുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് ചെയ്യാം കേട്ടോ. നമ്മളൊന്ന് തട്ടി കൊടുക്കട്ടെ. നമ്മൾ നമ്മുടെ കട്ട തുടങ്ങിയപ്പോൾ തന്നെ ഇപ്പോൾ എല്ലാവരും വേഗം ചെയ്യണം കേട്ടോ.
നന്നായി തട്ടി കൊടുത്തോളൂ കേട്ടോ. നമ്മുടെ ഗോട്ട് മിൽക്കിൻ്റെ സോപ്പൊക്കെ സെറ്റായിട്ട് ഗോട്ട് മിൽക്ക് വിത്ത് ഷിയ ബട്ടർ കേട്ടോ. പിന്നെ നമ്മളതിൽ കട്ടിയാവാനായിട്ട് എന്തൊക്കെ ചേർത്തു? ഷിയ ബട്ടർ ചേർത്തുണ്ട്. കട്ടിയാവാനായിട്ട് നമ്മളതിൽ ബീ വാക്സ് ചേർത്തുണ്ട്. അതേപോലെ നമ്മൾ സ്റ്റിറിക് ആസിഡ് ചേർത്തുണ്ട് കേട്ടോ. എൻ്റെ അളവുകളൊക്കെ ഞാൻ പറഞ്ഞതുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി സോപ്പ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, നല്ല ഐസ്ക്രീം പോലത്തെ സോപ്പ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിക്കോളൂ. പാടില്ലേ, ഇപ്പോൾ അടിപൊളി സോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിളിക്കുക. അപ്പോൾ പിന്നെ ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. മിൽക്കും ഷിയ ബട്ടർ സോപ്പും ഇല്ലേ, നന്നായി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാം. കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കേട്ടാ, നമ്മളതിൻ്റെ ഉള്ളിലിട്ട സോപ്പിൻ്റെ പീസുകൾ എടുക്കണ്ട. ഓക്കെ, ഇപ്പോൾ 100 ഗ്രാമിൻ്റെ സോപ്പുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതുള്ളൂ. എല്ലാവർക്കും ഇത് ഉണ്ടാക്കാവുന്നതുള്ളൂ കേട്ടോ. സോപ്പ് ഒന്ന് കാൽക്കുലേഷനൊക്കെ ഒന്ന് കറക്റ്റാക്കി ചെയ്യാം. ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ എങ്ങനെയൊക്കെ ചേർക്കണമെന്ന്. ഇനിയതിപ്പോൾ നമ്മൾ ഗ്ലിസറിൻ ബേസിലായാലും അതും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ സെറ്റ് ചെയ്യുക. കണ്ട, പല കളറിലൊക്കെ സോപ്പ് കാണാനൊരു ഭംഗി. ഫസ്റ്റ് നമുക്ക് സോപ്പ് കാണാനുള്ളൊരു ഭംഗിയല്ലേ, അത് കഴിഞ്ഞ് സ്മെല്ല്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കുള്ളൂ. നമുക്കങ്ങനെ പല പല കളറുകളിൽ ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ ഐഡിയയിൽ നമ്മൾ സോപ്പിന് ഡിസൈനോട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അങ്ങനത്തെ 10 സോപ്പ് കിട്ടിയിട്ടുണ്ട്. കണ്ടാ, ഒരു പീസ് നമുക്ക് അടുത്ത സോപ്പിൻ്റെ ഉള്ളിലേക്ക് കട്ട് ചെയ്ത് തരാം. അപ്പോൾ നമ്മളിന്ന് സോപ്പ് ഉണ്ടാക്കിയതിൻ്റെ ഒരു ചെറിയൊരു മെത്തേഡൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. മെത്തേഡ് ഓയിലും ഗ്യാസ് സോഡൊക്കെ സെയിം ആണ്. പക്ഷേ നമ്മൾ അതിൽ സ്റ്റിറിക് ആസിഡ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ബീ വാക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സോപ്പിന് ഒന്നുകൂടി നല്ല കട്ടി നല്ല എണ്ണമയം കിട്ടും കേട്ടോ. അതുപോലെ വേറെ നമ്മളതിൽ കെമിക്കലുകളൊന്നും ചേർത്തിട്ടില്ല. ബീ വാക്സൊക്കെ നമുക്ക് നമ്മുടെ തേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റിറിക് ആസിഡ് എന്ന് പറയുന്നത് ഓയിൽ, നമ്മുടെ പാം ഓയിലില്ലേ, അതിൻ്റെ ഒരു കണ്ടൻറ്റാണ് കേട്ടോ. അതിൻ്റെ ഫാറ്റ് എടുത്ത് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്കിന്നിന് വേറെ അലർജി അങ്ങനത്തെ ഇതൊന്നും വരുന്നില്ല കേട്ടോ. നമ്മുടെ പാം ഓയിലിൽ പിന്നെ വൈറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് സ്കിന്നിനൊക്കെ നല്ല തന്നെയാണ് പാം ഓയിലൊക്കെ. പാം ഓയിൽ എന്ന് പറയുമ്പോൾ ആൾക്കാർക്കൊക്കെ ഒരു വില കുറവാണ്. പക്ഷേ പാം ഓയിലിൽ വൈറ്റമിൻ ഇയുടെ കണ്ടൻ്റ് ഉള്ള കാരണം നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ. പിന്നെ കോൺടാക്റ്റ് ആയാലും ചെയ്യുകയാണെങ്കിലും 6 മണിക്ക് ശേഷം കോൺടാക്റ്റ് ചെയ്തോ. എപ്പോൾ വിളിച്ചാലും ഞാൻ എടുക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നല്ല സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ്, ഗ്ലിസറിൻ ബേസ്, അതുപോലെ അതിൻ്റെ തന്നെ ഗോട്ട് മിൽക്കിൻ്റെ അലോവേരയുടെ അതുപോലെ ഫ്രാഗ്രൻസ് ഓയിൽ, അതുപോലെ കളറുകൾ, എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചോട്ടെ. അതുപോലെ നിങ്ങൾക്ക് സോപ്പുകൾ, ഓയിൽ സോപ്പാ, അതുപോലെ ഗ്ലിസറിൻ സോപ്പാ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോ. ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.